ബഹ്റൈനിൽ നിന്നും മലയാളി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രതീഷ് എന്നാണ് പേര്. രതീഷ്, കേൾക്കാമോ താങ്കൾക്ക്? എന്താണ് അവിടുത്തെ അവസ്ഥ? താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ബഹറിലെ ജുബൈർ എന്ന സ്ഥലത്താണ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ഇപ്പൊ വേറെ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വിഷയങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, ചിലത് വരുന്നുണ്ട്. ഇപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വരുവാണ്ട് വിടേണ്ട കാര്യങ്ങളൊന്നുമില്ല. പൊതുവെ ശാന്തമാണ് ഇവിടെ. മിസൈൽ ശബ്ദവും ദൃശ്യവും കണ്ടായിരുന്നോ? തീർച്ചയായിട്ടും കണ്ടായിരുന്നു. നമ്മളെ റൂമിന്റെ അടുത്തായിരുന്നു. നമുക്ക് കാണാൻ പറ്റുന്ന ഇവിടെ ഒരു US ഒരു നേവൽ ബേസ് ഉണ്ട്, അവിടെയാണ് വീണത്. നമുക്ക് ഡയറക്റ്റ് റൂമിന്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്ന ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ പിന്നെ കുഴപ്പമില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട്, നമ്മൾ പേടിക്കുന്നുണ്ട്. റൂമിനകത്താണ് എല്ലാവരും ഉള്ളത്. വേറെ പേടിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല. അവസാനമായി എപ്പോഴാണ് മിസൈൽ പതിച്ചത്? ഏകദേശം ഒരു 20 മിനിറ്റ് മുന്നേ വന്നിട്ടുണ്ട്. പക്ഷെ പതിച്ചിട്ടില്ല, അത് നിർവീര്യമാക്കിയിട്ടുണ്ട്. വന്നുകൊണ്ടിരിക്കുന്നതല്ല, ആകാശം ഇതിൽ നിർവീര്യമാക്കുന്നുണ്ട്. ശരി 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 രതീഷ്. ഇപ്പോൾ അജേഷ് ബഹ്റൈനിൽ നിന്ന് മറ്റൊരു മലയാളി കൂടി ചേരുന്നുണ്ട്. അജേഷ്, പറഞ്ഞോളൂ. ഇവിടെ ഇപ്പൊ സ്ഥിതിഗതികൾ എന്താണെന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയാണ്. കാരണം രാവിലെ ഇപ്പൊ 2-2.5 മണിക്കൂർ മുമ്പാണ് ഈ ആക്രമണം ഉണ്ടായത്. ശരിക്കും ഒരു 3 മണിക്കൂർ മുമ്പ്. പിന്നെ ഇവിടുത്തെ ഗവൺമെന്റ് നമുക്ക് അലർട്ട് സംവിധാനം തന്നിട്ടുണ്ട്. മൊബൈലിൽ ഓട്ടോമാറ്റിക് അലർട്ട് ഉണ്ട്. സേഫ് ആയിട്ട് നമ്മൾ മാറാൻ അവരപ്പം തന്നെ നിർദ്ദേശം തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ത്യൻ എംബസിയുടെ അറിയിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ആക്രമണം ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ അലർട്ട് കിട്ടി. പിന്നെ എല്ലാവരും സേഫിലോട്ട് മാറും. പിന്നെ പെട്ടെന്ന് ഇത് അല്ലല്ലോ, ഇത് മുൻകൂട്ടി നമുക്ക് അറിയാവുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ആളെ ഭയം ഇത് നമ്മുടെ ടീമാരും പറഞ്ഞു കേട്ടില്ല, സുഹൃത്തുക്കളാരും. ജോലി സമയത്തായിരുന്നു അല്ലേ? ഇത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വെള്ളി ശനിയാണ് അവധി. ഗവൺമെന്റും ചില പ്രൈവറ്റ് സെക്ടറൊക്കെ ശനിയാഴ്ച അവധിയായിരിക്കും. സാധാ വർക്കിംഗ് ഡേ ആണ്. നോർമൽ ആൾക്കാർക്ക് വർക്കിംഗ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. സാധാ വർക്കേഴ്സിന് വർക്കിംഗ് ഡേ ആണ്. മലയാളികളെല്ലാം സേഫ് ആണ്. പെട്രോൾ പമ്പ് എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി പിന്നെ മാളുകളൊക്കെ ഇപ്പൊ ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, സേഫ് ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. ശരി ശരി.